ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് അറേബ്യൻ ഡിഷായ ചിക്കൻ മദ്ബി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഒരു അറബിക് മസാല പൗഡർ ഉണ്ടാക്കിയെടുക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 5 ഏലക്ക, ഒരു പീസ് കറുത്ത ഏലക്ക, ഒരു ജാതിപത്രി, ഒരു ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് ജാതിക്ക, 1/2 ടേബിൾ സ്പൂൺ ജീരകം, 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 2 ബേ ലീഫ് അതായത് വഴനയില, ഒരു ഉണക്കനാരങ്ങ ഒന്ന് പൊട്ടിച്ച് അതിന്റെ കുരു കളഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം ലോ ഫ്ലെയിമിൽ നല്ലപോലെ വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. മിക്ക അറബിക് ഡിഷസിലേക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഹോം മെയ്ഡ് അറബിക് മസാല പൗഡറാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്കിന്നോട് കൂടിയ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നോട് കൂടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് റിമൂവ് ചെയ്തും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന മസാല നല്ലപോലെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ച് ഓരോ ചിക്കൻ പീസും ഒന്ന് കുത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച അറബിക് മസാല പൗഡർ 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ സ്പൈസി ആയി കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ സമയം അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതി. കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്ക് ഈ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 2 മണിക്കൂറായി. നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഞാൻ ഇവിടെ സ്റ്റീമറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളത്തിലാണ് കേട്ടോ നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഈ വെള്ളം ചിക്കൻ വേവിച്ചതിന് ശേഷം കളയരുത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം എടുക്കേണ്ടത്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിവിടെ 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാത്രത്തിലേക്ക് ചിക്കൻ പീസസ് കൂടി വച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ചിക്കൻ പീസസ് തിരിച്ചിട്ട് ഒന്നോടെ വേവിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് വേവിച്ചു വെച്ച ഓരോ ചിക്കൻ പീസും 2 സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം. ബസ്മതി റൈസ് ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. ഇത് ഞാൻ അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വച്ചിരുന്നതാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക്, 1 ക്യാരറ്റിന്റെ പകുതി ചെറുതായി അരിഞ്ഞത്, ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത്,
1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു 5 കുരുമുളക്, ഒരു തക്കോലം, ഒരു ചെറിയ പീസ് പട്ട, 2 ഏലക്ക, ഒരു ബേ ലീഫ് അല്ലെങ്കിൽ വഴനയില, ഒരു ഉണക്കനാരങ്ങ. റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 2 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ചേർത്ത് റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസും ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 2 പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ക്യാരറ്റിന്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം എടുത്ത് മാറ്റി വെച്ചിരുന്ന ചിക്കൻ വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. അരി എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം അളന്നൊഴിക്കാം. ഞാൻ ഇവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം എടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ അറബിക് മസാല പൗഡറും റൈസിന് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചു വരുമ്പോൾ കുതിർത്ത് വെച്ചിരുന്ന അരി കൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ദാ ഇപ്പോൾ അരിയൊക്കെ നല്ലപോലെ വെന്തു വന്നിട്ടുണ്ട്. ആദ്യം റെഡിയാക്കി വച്ചിരുന്ന ഓരോ ചിക്കൻ പീസസും ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ റൈസിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒരു ചെറിയ പീസ് ചാർക്കോൾ കത്തിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നല്ലപോലെ പുക വരും. പുക ഒട്ട് പുറത്തു പോകാതെ നമുക്കിത് നല്ലപോലെ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് കൂടി വെക്കാം. ചിക്കൻ മദ്ബി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് സലാട്ട ഹാറ എന്ന ചട്നി. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതിനായി 2 പഴുത്ത തക്കാളി, 1 പീസ് വെളുത്തുള്ളി, 1 പച്ചമുളക്, ഒരൽപ്പം മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം. 2 പേർക്ക് കഴിക്കാവുന്ന അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ എത്ര പേർക്കാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഈ അളവിലൊക്കെ ഒന്ന് മാറ്റം വരുത്തണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.